പോയി വാഴക്കൊല കൊത്തൽ വലിയ കൊല ഉണ്ടാവില്ലേ? ഇത് ചെറിയൊരു വാഴ ഇങ്ങനെ മുളച്ചാന്നല്ലേ തന്നെ ഇങ്ങനെ കന്ന് പൊട്ടി പൊട്ടി അങ്ങനെ ഉണ്ടായതല്ലേ? ഭയങ്കരമായ വിളവെടുപ്പ് അതിന്ന് ഒരു കടന്ന് ആരോ തിന്നിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ തിന്നാണ്ട് നമുക്ക് കിട്ടയില്ലല്ലോ. അവന്റെ കത്തി അടിപൊളിയാണോ അവൻ? എന്താ ഒരു കടന്ന് ആരോ തിന്നു? എല്ലാം തിന്നു. ആരോ അല്ല, അയാൾ തന്നെ. ഒന്നില്ലെങ്കിൽ പക്ഷി അതില്ല കടവാതില് ആയിരിക്കും. അതടുക്കട്ടെ, ഒന്നും കൂടി ഉണ്ടല്ലേ. ഇതിൻ്റെ കാമ്പ് നല്ല രസമല്ലേ വറുത്താല്? പക്ഷെ എപ്പം വറുക്കാൻ വേണ്ടിട്ട് പൊളിച്ചു വെക്കും. എന്നിട്ട് ഒരു ദിവസം വറുക്കും പിന്നെ കളയും. അയ്യോ നെല്ലിന്റെ കൊമ്പ് പൊട്ടി. 3 മരം അടുത്തടുത്തായി പോയല്ലേ അത്. അപ്പൊ നമ്മളെ ലേഗൂസ് ഇന്ന് വീട്ടിൽ തന്നെയുണ്ട്. അമ്മ കത്തിയായിരുന്നു വാങ്ങിന്ന് പറഞ്ഞിട്ടല്ലേ? വയനാടൻ കത്തിയാണ് താമരശ്ശേരി നമ്മ അന്ന് പോയരം കൊണ്ടുവന്നെയാണ് കേട്ടാ. മുന്നേ പോയരം ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിനി. നല്ല സുഖമാണ് ഇതിനെ കൊണ്ട് കാടെല്ലാം വയ്ക്കാൻ വേണ്ടിട്ട്. ഇത് പക്ഷെ അമ്മ വേറെ ആയിക്ക് തൊടാൻ തരില്ല കേട്ടാ. ഇതുകൊണ്ട് വിറകെല്ലാം കൊത്തു അവര്. ഞാൻ കൊത്തുമ്പോഴല്ല ഇവര് ഒത്തിരി ഇവര് നിൽക്കാൻ കൊത്തു ചായക്ക് കൊത്തണം. കാമ്പ് എടുക്കുന്നുണ്ടോ? പിന്നെ എടുക്കാറേ കാമ്പ്. അടുത്തതായിട്ട് കൊത്താൻ പോകുന്ന വലിയ കൊലയാണ് കേട്ടോ. ഇപ്പം കൊത്തിയതിനേക്കാളും ഡബിൾ ഉണ്ട്. അത്രയില്ല. ഇതിന്റെ 2 കടന്ന് വന്നില്ല. എല്ലാം പൂവമ്പാഴയാണ്. പൂവൻ നല്ല രസമാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാല് വലിയ ഒരു പഴുവാണ്. ഇവിടെ വീട്ടിൽ പഴുത്തതില്ലേ? പഴുത്തതുണ്ട്. ഇതിനിടക്ക് രാവിലെ തിന്നു. മൂന്നാമത്തെ കൊലയും വിളവെടുത്തു. എന്നാ പീടിയെ കൊടുത്ത് പൈസ ആക്കിയാലേ വലിയ കൊലയല്ലേ? ഇതാ കുഞ്ഞു വാഴയായോണ്ടാണ് ഇത്ര ചെറിയ കൊല. നമുക്ക് വലുതുണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതാ 3 കൊലയും ആയിട്ടുണ്ട്. ഇത് പഴുക്കലായ അമ്മ? വളയനല്ലേ? പിന്നെ ഞാനിപ്പോൾ നട്ടി പോകത്തോണ്ട് എൻ്റെ പയറെല്ലാം ഉണങ്ങി പോയിതാ. പിന്നെ കക്കിരിക്കല്ലേ ഇപ്പം ഇങ്ങനത്തെയാന്ന് പിടിച്ച് പിടിച്ച് കഴിയാനായി. അത് 2 നല്ല ഉണ്ടായില്ലേ. പിന്നെ പരിക്കായി വെച്ച് വൈനിങ്ങ എല്ലാം പിടിച്ച് ലാസ്റ്റ് ആയി. ഇനിയിപ്പം ആദ്യം ഇട്ട വളമെല്ലാം കഴിഞ്ഞ് 2ാമത് വളം ഇട്ട് കൊടുക്കണം. അതിനതിനെ പച്ചമുളക് 2 വെണ്ടക്ക പിന്നെ ഇതുണ്ടല്ല റോസൈ അച്ഛൻ പറയുന്നു മത്തൻ്റെ ഇല വരയ്ക്കണം. വറവ് മത്തം പിടിക്കുന്നില്ല, ഒരു ഇല വരയ്ക്കണം. അപ്പോൾ കുറച്ച് മത്തനില വരച്ചിട്ടുണ്ട്, കുറച്ച് അപ്പുറം ഉണ്ടാക്കണം വരയ്ക്കാം. പിന്നെ നമുക്ക് മത്തൻ്റെ ഇല ഉപ്പേരി, തോരക്കറി, തോരയും കപ്പയ്ക്കും കറി, മീനും ഉണ്ട്. നാടൻ കറിയാണ് നമുക്ക് ഇന്നെല്ലാം. അതെ. അപ്പം കപ്പക്ക വരയ്ക്കാൻ പോവാ. കപ്പക്ക വരയ്ക്കാം. അപ്പം ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വിളവെടുപ്പും നമ്മളെ ഇന്നത്തെ ഒരു ദിവസത്തെ. അപ്പം ലേശം കൂടെ ഇല വരയ്ക്കാൻ പോകണം. കപ്പയ്ക്കും വരയ്ക്കാം. നമുക്ക് അങ്ങോട്ട് പോകാൻ ഇങ്ങനെ വലുതായിട്ട് വിരിയാണ്ട് ഇങ്ങനെ എതായിട്ട് വിരിഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അമ്മ കൊണ്ട് നട്ടതാണ് കേട്ടാ. മുറ്റത്തൊരു പൂവുണ്ടാകാൻ നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അമ്മ കപ്പക്ക ഇപ്പം നല്ലോണം പിടിക്കാൻ തുടങ്ങിയല്ലേ?
ഇപ്പൊ നമ്മങ്ങനെ പറിക്കുന്നില്ലല്ലോ, പറിച്ചൊഴിവാക്കണില്ല, അതിനകത്ത് താങ്ങേണ്ട ഒരു ഇതില്ല. ശേഷിയില്ല. മറ്റേ ചെയ് നമുക്ക് പിന്നെ ഇടക്കിടക്ക് പറിക്കലുണ്ട്. ഇപ്പൊ അമ്മേന്റെ അടുക്കള തോട്ടത്തിൽ തന്നെ ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടായോണ്ട് ഇപ്പൊ കപ്പക്ക നിറച്ചായിട്ടുണ്ട്. എല്ലാ അപ്പക്കേനിടാ ഒന്ന് മതിയില്ലേ? ഒന്ന് മതിയില്ലേ അമ്മ? ആ പറിച്ച് വെച്ചാ നമുക്ക് പിന്നെ വറുക്ക, പുളിശ്ശേരി അരമ്പക്ക. കുത്തിയതല്ല വീണല്ലേ. അപ്പൊ 2 കിട്ടിയിട്ടുണ്ട്. ചെറുത് മതിയില്ലേ നമുക്ക് ഇപ്പം കറിയിലിടെ? നമുക്ക് 2 നേരത്തേക്കുള്ള കറിയാവണ്ടേ? അല്ല ഇത് മതിയാവൂല? ഇത് വേണേ ഇതെടുക്കാം, ഇതെടുക്കാം, ഒരു കുഴപ്പ് തോരയിലിടാനാ? ഫ്രിഡ്ജിലുണ്ട്, അത് ഇതോട്ട് എടുക്കാം. നമുക്ക് ചേരത്തിന്റെ ചപ്പിലുണ്ട് ബാക്കിൽ മത്തന്റെ ഇല, അതും കൂടി പറിക്കാല്ലേ. കാട് വേഗാവുന്നല്ലേ. അപ്പൊ ഇവിടെ കാട് ഏതാന്ന് നമ്മളെ മത്തന്റെ ഏതാന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഈ ആകെ ഒരു മത്തനെ പിടിച്ചിട്ടുമല്ലോ മേ. അന്ന് അത് നമ്മ പറിച്ചിട്ടേ നല്ല അത്യാവശ്യം വലിയ മത്തന തന്നെ കിട്ടീനി. ഇനി ചെറിയ പീസാക്കിയിട്ട് 3-4 പ്രാവശ്യം വെച്ചിന്. അയ്യോ തറക്കുന്നു, നല്ലവണ്ണം തറക്കുന്നത്. നാടൻ ഉച്ച ഭക്ഷണമാണ് ഇന്ന്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാൻ തോന്നുന്നു. നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെ കമൻറ്റ് ബോക്സിൽ 1-2 ഡൗട്ട്സ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് എല്ലാം കൂടി ആകുമ്പം ഒരുപാട് ആവും വീഡിയോ. അതുകൊണ്ട് നമുക്ക് കുക്കിംഗ് വീഡിയോയിലോ അടുത്തേലും ഇടാം. ഓ നമ്മളെ ഗ്യാസ് ഇനിയും കിട്ടിയിട്ടാ. ഷോർട്സിലെല്ലാം ഞാൻ 1-2 വട്ടം കാണിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കിട്ടിയിട്ടായിരുന്നു. നമ്മളെ കൈമ പൈസ എടുത്തിട്ട് ഇരിക്കുമ്പോൾ വരൂല. അല്ലെങ്കിൽ ഇതിന് 3-4 പ്രാവശ്യം പോകുന്നതാണ്. ആഴ്ചക്ക് എല്ലാ ദിവസവും വരും. വിറകും കൊത്തി തരുന്നുണ്ട് അമ്മ. കുറുക്കൂട്ടിൻ്റെയല്ലമ്മ 2 ആഴ്ച കഴിഞ്ഞു തോന്നല്ലേ. അതിക്കൂടെ പിറന്നാളിന് മുന്നേ തീർന്നല്ലേ. 2-3 ആഴ്ച ഇപ്പം വിറകുണ്ടായോണ്ട് അത്ര ബുദ്ധിമുട്ട് അറിയുന്നില്ല. പിന്നെ ആദ്യം ഞാൻ ചായയും കൂടിയും വിറകടുപ്പിൽ തന്നെ ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കെറ്റിലുണ്ടായിട്ട് അതിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിട്ടാ. ഇപ്പം അത് തേച്ചെടുത്ത് പിന്നെ കെറ്റിൽ ചായ മാത്രം അതിൽ വെക്കും. ബാക്കിയെല്ലാം ഞാൻ വിജയകരമായ 2 ആഴ്ച കഴിഞ്ഞിട്ട് കൂട്ടാ ഫുൾ വിറകടുപ്പ്. ലേഗൂസിന് പിന്നെ അതൊന്നും പുത്തരി ആയിരിക്കില്ല. അമ്മ അധികം ചോറും എല്ലാം മിക്കവാറും എല്ലാം അതിൽ തന്നെ വിറകടുപ്പിൽ തന്നെ ആക്കല്. ഞാൻ പിന്നെ ഗ്യാസ് കിട്ടിയാ പിന്നെ വിറകടുപ്പ് കത്തിക്കാൻ പഠിച്ചിട്ട് ആ ഭാഗത്തേക്ക് പോയിട്ട് രാവിലെ ഓന് പോകുമ്പോ വിറകെല്ലാം കത്തിക്കാൻ നിന്നാ വയ്യൂലേ. ഇപ്പൊ എന്നിട്ട് കുറച്ച് രാവിലെ എണീക്കലാണ്. പിന്നെ അതിക്കൂട്ടിന് ചോറന്നെ വേണം നിർബന്ധമില്ല. ദോശയോ അങ്ങനെല്ലാം കൊണ്ടായി. ഇന്ന് ദോശയും കടലക്കറിയാന്ന് കൊണ്ടേ. കൂമ്പും കൂടി കിട്ടിയിട്ടുണ്ടല്ലേ. 2 ദിവസം കഴിഞ്ഞിട്ട് വെക്കാം. പിന്നെ കുറേ ദിവസം ഇങ്ങനെ അടർന്നടർന്ന് പോയിട്ടാകുമ്പോൾ ബാക്കി നമുക്ക് വെക്കാം. എല്ലാം കൂടി ഒരു വറവും നാടൻ കൂമ്പ് നല്ല ടേസ്റ്റാണ്. കൂമ്പ് വറവാക്കിയാലേ അത് നമ്മൾ ലേഗൂസ് തന്നെ ആക്കണം കേട്ടോ. നമ്മ എത്ര ആക്കിയാലും ആ ടേസ്റ്റ് കിട്ടൂല. അത് പിന്നെ ഇത് മുറിച്ചിട്ട് ഇന്നിപ്പോൾ ആദ്യം കഴുകിയിട്ടൊന്ന് മുറിക്കണം. മുറിച്ചിട്ട് അത് കഴുകിയിട്ട് അരിപ്പയിൽ വാരി ഇടുക. എന്നിട്ട് വെളിച്ചെണ്ണയും കൂടി തിരുമ്പിയിട്ട് അത് വെക്കുക. എന്നിട്ട് വറവിലിട്ടിട്ട് വേവിക്കണം. വെള്ളമാക്കി ഇടാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത്ര വേവൊന്നുമില്ല. പിന്നെ മൊത്തം ചെത്തും ചെയ്തുകൂടാ അല്ലേ? കയ്പ്പ് രസം വരും. ഉള്ളിലൊക്കെ ആ തണ്ടെടുത്തൂടാ. തണ്ടെടുത്ത കയ്പ്പ്. ഓക്കെ സാർ. അപ്പം ഇന്ന് അതിക്കൂടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതിന് കേട്ടാ. ഇന്ന് എപ്പോഴും ബസ്സിനാ പോലെ ഇന്ന് ബസ് വരാനാകുമ്പോഴത്തേനും ആയിട്ടുണ്ടായിട്ടാ. ഓരോ സ്കൂളിൽ ചോറെല്ലാം കൊണ്ടാണ്. ഇന്ന് ദോശ കൊണ്ടായി. പക്ഷെ അടുപ്പത്ത് തന്നെ കടലക്കറിയും എല്ലാം ആകുമ്പോഴത്തേനും കുക്കർ അടുപ്പത്ത് വെച്ചിട്ടാക്കി നമ്മ.
ആ റിങ്ങില്ലേ ഒരു റിങ് വെക്കാനില്ലേ മറ്റേ കുക്കർ അതിലേക്ക് ഇരുന്ന് പോന്ന് ഒരു റിങ് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ആ മുമ്പലാണ്ടാട്ടിനപ്പം വെക്കണ്ട് പിന്നെ അടുപ്പത്ത് കുക്കർ അങ്ങനെ വെക്കല് ഗ്യാസിൽ തന്നെ വെക്കല് കൊറേ മൂത്തതുണ്ട് അല്ലെ വയറ് കുറച്ച് വിത്തലുള്ളതുണ്ട് കുറച്ച് കുരുടുക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും അമ്മ കൊണ്ടാക്കാന്ന് പറഞ്ഞോണ്ട് ബസ്സിന് പോയിട്ടാ. ബസ്സിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സ് കുറേ ഉണ്ട് ബസ്സിൽ. അപ്പോൾ ബസ്സിൽ പോവാ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ടാന്നാ പറയുന്നത്. ആ ഡ്രസ്സിൽ തന്നെ ഉണ്ട് അത്ര. അപ്പൊ ഇതിന്റെ നാരിങ്ങനെ എരിച്ചെടുക്കണം അല്ലേ? നാരുണ്ടാവും എന്നിട്ട് നോക്കണം കഴുകിയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എപ്പം കാണുന്നവര് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാന്ന് എപ്പം പണിക്ക് പോകുന്നത്, അമ്മ പണിക്ക് പോകുന്ന കാണുമ്പോൾ സങ്കടം വരുന്നല്ലോ. പണിക്ക് പോവാണ്ട് ഇപ്പം അങ്ങനെ ജീവിക്കല് എന്താ വെച്ചാൽ ഇവിടെ അച്ഛനും പണി കുറവാണ്. ഇപ്പം പിന്നെ ജീവിക്കണ്ടേ, 3 ആളുണ്ട്. പിന്നെ രുചിക്ക് പിന്നെ അങ്ങനെയുള്ള ഒരു വരുമാനം ഇന്ന് കിട്ടുന്നില്ല. പിന്നെ കിട്ടാൻ തുടങ്ങിയില്ല, കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാങ്കിലെല്ലാം കുറച്ച് കടമുണ്ട്. അങ്ങനെയുള്ള ആയിട്ടാണ് ഞാൻ പോകുന്നത് പണിക്ക്. അമ്മ സ്ഥിരം വാർപ്പിന്റെ പണിക്ക് പോയിക്കൊണ്ടുണ്ടായതാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, പൊതുവെ എല്ലാവർക്കും പണി കുറവാണ്. അച്ഛൻ്റെ വാർപ്പിന്റെ മേച്ചിയാണ്. അച്ഛൻ പണിയേ ഇല്ല, തീരെ ഇല്ല. അപ്പോ അമ്മ എന്നാ സ്ഥിരം പണിക്ക് പോകുന്ന സമയത്ത് അമ്മ ലീവിലെ ദിവസം നമ്മ അങ്ങനെ 1-2 വീഡിയോയിൽ എടുത്തു വെക്കും. അങ്ങനെയാണ് നമ്മ എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടുണ്ടായിന്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പോൾ അമ്മ ഇവിടെ തന്നെ ഇല്ല പോലെ തന്നെ ഒരു ഫീലായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ വാർപ്പിന് പോയാൽ ഒന്നുമില്ലെങ്കിൽ രാവിലെ വേഗം പോയാൽ വേഗം വരാൻ പറ്റും. വാർപ്പ് തീർന്ന പോലെ ഒരു 3 മണിക്ക് 2 മണിക്കെല്ലാം വാർപ്പ് തീരും. അപ്പൊ നമ്മ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി അങ്ങനെയെല്ലാം എടുക്കല്. അപ്പോൾ ഇപ്പൊ ഇതിന് പോകുമ്പോൾ വെച്ചാൽ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അടുത്ത് ഇറങ്ങാൻ തന്നെ 5 മണി, ചിലപ്പോൾ 5:20 അങ്ങനെ ആവും. അപ്പോൾ പൈൻ്റെയൊക്കെ വന്ന് അടുത്ത ബസ് ചൂടെത്തുമ്പോൾ തന്നെ 6-6:30 അങ്ങനെ ആവും. അപ്പോൾ രാത്രി ഒന്ന് പിന്നെ വീഡിയോ എടുക്കേണ്ടത്. അല്ല രാത്രി എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, എടുക്കാം. പിന്നെ എന്നാലും ഇപ്പൊ വീഡിയോ ഇടാണ്ടൊക്കെ ഇല്ല. ഒന്നിടപെട്ടിട്ടാ നമ്മ ലോങ് വീഡിയോ ഇടല്. ഇപ്പൊ അതേപോലെ തന്നെ ഇടുന്നുണ്ട്. അമ്മ ഇടക്ക് എല്ലാ ദിവസവും നമുക്ക് പോണ്ട. ഇപ്പൊ ആയാലും ഒന്നിടപെട്ടിട്ട് അങ്ങനെ, അല്ലെങ്കിൽ പണി ഉണ്ടാവുമ്പോ പണി കൂട്ടുണ്ടാവുമ്പോ അങ്ങനെ പോകുന്നുണ്ട്. ഇന്നിപ്പം പോയിട്ടാ, അതുകൊണ്ട് നമുക്കിപ്പോ ഇവിടെ തന്നെ ഉണ്ട്, വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെയെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് വെക്കുന്നത്. മുമ്പേ അമ്മ വാർപ്പിന്റെ പണിക്ക് പോകുന്ന സമയത്തും അങ്ങനെ തന്നെ നേരത്തെ വന്ന ദിവസം അങ്ങനെയെല്ലാം നോക്കിയിട്ട് രാത്രിക്ക് അങ്ങനെയെല്ലാം നമ്മൾ വീഡിയോ എടുക്കല്. പിന്നെ അമ്മക്ക് പണിയില്ലാണ്ടിരിക്കുമ്പോ അമ്മ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ടായിന്. അപ്പൊ നമ്മ ഉച്ചയ്ക്ക് ശേഷം എല്ലാം നമുക്ക് എപ്പോ വേണമെങ്കിലും വീഡിയോ എടുക്കാന്നില്ല അവസ്ഥയിലാണ് ഉണ്ടായിന്. പിന്നെ അങ്ങനെ തീരെ പണിയില്ലാണ്ട് നിൽക്കുമ്പോൾ നമ്മളെ യൂട്യൂബിൽ നിന്നും അങ്ങനെ വലിയ വരുമാനമൊന്നും കിട്ടാൻ തുടങ്ങിയില്ല. അങ്ങനെല്ലാം ആവുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു പണി കിട്ടിയാൽ അമ്മ പോകുന്നതാണ് കേട്ടോ. നല്ലതാണ്. അതായത് എന്താ വെച്ചാൽ അത്ര വലിയ കനപ്പെട്ട പണിയൊന്നുമില്ല. ഒരു വീട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാട ആളൊന്നുമില്ല. അതുകൊണ്ട് ആടെയുള്ളൂ. അപ്പം അതിനാൾക്കാരുടെ ചെറിയ പണിയേ ഇല്ലൂ. അത് ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമാണ് പണി. അപ്പൊ അമ്മയായാലും അച്ഛനായാലും ചെറിയ പ്രായത്തിലേണ്ട് പണിയെടുക്കുന്നത്. അമ്മയെല്ലാം 12 വയസ്സിൽ അമ്മ പറയുന്നുണ്ട്, 12 വയസ്സ് തുടങ്ങിയാന്ന് പണിയുന്നത്. അതെല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ അമ്മക്ക് കാലിന് മുട്ടുവേദനയായിട്ട് തീരെ പണിക്കെല്ലാം പോകാനുള്ള സമയത്തെല്ലാം ഞാൻ ഇതുപോലെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ എന്തായിട്ടും അവരെ ഇതാക്കണം, പണിക്കൊന്നും പറഞ്ഞേക്കണ്ട, അങ്ങനെ ഒരു ആഗ്രഹം തന്നെയാന്ന് എനിക്കും ഇല്ലത്. പക്ഷെ ഇപ്പം ആ ഒരു ഇതാവണത്രയാണ്, ആ ഒരു സമയം ആയിട്ടാന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര സമയം ഉണ്ടാവും. അപ്പോൾ ഈ കമന്റ് ബോക്സിൽ അതേപോലെ ഞാൻ കണ്ടതും അതിന് മറുപടി പറഞ്ഞേ ഇല്ലു. അതിന് വലിച്ചെടുത്തത്. അപ്പൊ ഇന്നേതായാലും ഇപ്പൊ നമ്മളെ വിളവെടുപ്പും ഇതെല്ലാം ആക്കി അമ്മ രാവിലെ പോയിട്ട് പയറും വഴുതനങ്ങ ഇതെല്ലാം പറിച്ചിട്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മ ബാക്കി കൊലയെല്ലാം കുത്തി അങ്ങനെ ആയിട്ടാകുമ്പോൾ ഇപ്പൊ തന്നെ സമയം കുറച്ച് അധികമായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളെ റെസിപ്പി ഉച്ച വിശേഷത്തിന്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.